ഹായ്, ഞാൻ ഈ ഉള്ളിയും പൊടിച്ച് വന്നിക്കണ എന്തിനാ അറിയോ? ഞാൻ സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരുങ്ങണത്. കുറേ ദിവസമായി സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ കുറേ ദിവസമായി വാങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഏതായാലും അത് എടുത്തിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അരിയാൻ മടിയായതുകൊണ്ടേ ഞാൻ ഇതിലാട്ടത് ഇടുന്നത്. ഇതാവുമ്പോൾ നമ്മൾ അരിയണ സമയം എടുക്കില്ല, പെട്ടെന്ന് പരിപാടിയും കഴിയും. ഞാൻ അരിയണീൻ്റെ ഇടയിൽ കൂടെ കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്കും ഇങ്ങനെ വലിക്കണം വെച്ചേ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നോമ്പിന് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഏത് കുഴഞ്ഞാലും അത് ഉണ്ടാക്കും കേട്ടോ. പക്ഷെ നോമ്പ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അവിടെ അതിന് വേണ്ടി ഞാൻ കുറേ ദിവസമായി ഒരുങ്ങിക്കണം. ഏതായാലും ഉള്ളി കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടുട്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടി എടുപ്പോൾ കഴിയും ചെയ്യും. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ആയിക്കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ അരിയൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതക്കി എടുത്തിട്ടോ. ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, ഇവിടെ കുട്ടികൾക്ക് എരിവൊന്നും പറ്റാത്തതുകൊണ്ട്. ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിൻ്റെലും ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ അടച്ച് വെക്കണത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക എല്ലാവർക്കും സമൂസ ഉണ്ടാക്കാനും കട്ട്ലറ്റ് ഉണ്ടാക്കാനൊക്കെ അറിയേക്കാരം. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊക്കെ നമ്മൾ ചിക്കന് ചതച്ച് വെച്ച ചിക്കനില്ലേ, എന്താ ചെറിയ പീസാക്കിയിട്ട് വെച്ച ആ ചിക്കനാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ മറ്റേ ബീഫ് നിലത്തെ ബാക്കിയുള്ള ബീഫും ഞാൻ ഇട്ടിട്ടത് മിക്സഡ് സമൂസ കേട്ടോ. അത് മൂക്കൊക്കെ ആകെ പണി തന്നു കേട്ടോ. 2 ദിവസം പനിയിനി, അപ്പോൾ സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട്. വേനലായാൽ ഐസൊക്കെ നല്ലോണം കഴിച്ച് ഇപ്പോൾ കാലാവസ്ഥ മാറിയല്ലോ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ നല്ല പനിയൊക്കെ വന്നിട്ട് സൗണ്ടൊക്കെ പോയി നിൽക്കുക. അപ്പോൾ അതാട്ടോ ഇതിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കുന്നതിന് മുമ്പ് മല്ലിച്ചപ്പിൻ്റെ ഇലല്ലോല് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കുക കേട്ടോ. മസാല ഞാൻ രാവിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ തന്നെ മസാലയൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കുള്ള മൈദ ഞാൻ പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. സമൂസൻ്റെ പോലെ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ ഞാനിത് 2-3 മണിക്കൂർ മുന്നേ തന്നെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇത് നമ്മൾ മടക്കണ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റേ മസാല ഇട്ടെടുത്തുകൊണ്ട് വീണ്ടും അതിനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ മൈദ വെച്ച് ഒന്ന് നല്ലോണം ഒട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാതും മടക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഫ്രൈ ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രീസറിൽ എടുത്ത് വെക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വീണ്ടും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് പൊരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു.